നിൽക്കുന്നത് ഒരു എക്സോട്ടിക് ഒരു മിസ്റ്റിക് വെള്ളച്ചാട്ടത്തിനടുത്താണ്. ഒരു വൺ ഡേ ഹോട്ട്സ്പോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന മനോഹരമായ വെള്ളച്ചാട്ടം, മീൻമുട്ടി വെള്ളച്ചാട്ടം. മീൻമുട്ടി വെള്ളച്ചാട്ടം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങ് വയനാട്ടിലാണ്. ഇത് വയനാട്ടിലല്ല, നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയിലെ കുമ്മിൾ പഞ്ചായത്ത് എന്ന് പറയും. ആ കുമ്മിൾ പഞ്ചായത്തിലെ മനോഹരമായ വെള്ളച്ചാട്ടമാണ്. നമ്മൾ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്ത് വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടുത്തെ വൃത്തിയാണ്. അതായത് ഇങ്ങനെയുള്ള ഉൾപ്രദേശങ്ങളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഐസ്ക്രീമിന്റെ കപ്പുകളോ പ്ലാസ്റ്റിക് കൂടുകളോ ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അതൊന്നും കാണുന്നില്ല. ഒരു വേസ്റ്റ് ബാസ്ക്കറ്റും കാര്യങ്ങളും ഒക്കെ നീറ്റാക്കി, അത് നിറഞ്ഞു കവിഞ്ഞിട്ടില്ല. അതൊക്കെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ ഇതിന്റെ പിന്നിലെ ആ ഒരു കൈ അന്വേഷിച്ചപ്പോൾ അതൊരു യുവതലമുറയിലെ ഒരു പയ്യനാണ്. എന്താ പേരെങ്ങനെയാ? മനീഷ്. അതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ മനീഷിന് ഇവിടെ ആരും ഇതിനു വേണ്ടി അപ്പോയിന്റ് ചെയ്തിട്ടില്ല. അവന് ഒരു പൈസ ഇതിനു വേണ്ടി വാങ്ങിക്കുന്നില്ല. തികച്ച സൗജന്യമായിട്ടാണ്. ഒരുപക്ഷെ പ്രകൃതിയെ ഹാനികരമാക്കുന്ന ഒന്നും പാടില്ല എന്നുള്ള പ്രകൃതി സ്നേഹം കൊണ്ടാണ് ആവാം ഒരു പക്ഷേ അവനിത് ചെയ്യും. നമുക്ക് അവനോട് തന്നെ ചോദിക്കാം, എന്താണ് മനീഷ് ഇത് ഇങ്ങനെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കാൻ കാര്യം? പൈസ എല്ലാം തരും, പിന്നെ എല്ലാവരും സഹായങ്ങൾ ചെയ്യണമെങ്കിൽ പൈസ ഒന്നും മേടിക്കില്ല. എന്താണ് മോൻ ഇത് ഇങ്ങനെ സൗജന്യമായിട്ട്? ഇന്നത്തെ കാലത്ത് എല്ലാം പൈസ മേടിക്കുന്ന യുവതലമുറ എന്നാണ് നിങ്ങൾക്ക് ഒരു പെരുദോഷം ഉള്ളത്. ജെന്നിസെഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൈസ ആർത്തി കുട്ടിപ്പിടിച്ച കുട്ടികളാണെന്നാണ് പറയാറ്. എല്ലാവരും അല്ല, കുറേയെങ്കിലും. എന്താണ് മോൻ ഇത് ഇങ്ങനെ ആരും പറയാതെ തന്നെ ഒരു സേവനമായിട്ട് ഏറ്റെടുക്കാൻ കാര്യം? ഇല്ല, അത് എൻ്റെ ഒരു പാവം കൊണ്ട് എന്നെ കണ്ണൊരു പാവം എന്നില്ല തോന്നുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ട് പൈസ മേടിക്കാതെ ഞാൻ ഇത് നോക്കണം. അപ്പൊ വേറെ ഇപ്പൊ ഇതിൽ നിന്ന് വരുമാനം ഒന്നും പ്രത്യേകിച്ച് കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ നിന്ന് ആൾക്കാരാണോ പൈസ എന്തെങ്കിലും തരുന്നത്? വിസിറ്റേഴ്സ്, കാറുകാർ തരുന്നത് അല്ലേ? പക്ഷെ ഇവിടെ ഈ ഇത്രയും പൈസ കൊടുത്തിട്ട് പോലും ആൾക്കാർ ഇന്ന് നമുക്ക് കൃത്യമായിട്ടോ അല്ലെങ്കിൽ അടിപൊളിയായിട്ടോ ഒന്നും ചെയ്തു തരുന്നത്. പ്രത്യേകിച്ച് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഒരു സംയമനം വേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത് ഈ കുട്ടി വളരെ മനോഹരമായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അവൻ ശരിക്കും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആരും പറയാതെ പ്രകൃതിയോട് ഇഷ്ടം കൊണ്ടാണ് മനീഷ് അല്ലേ? മനീഷ് ഇത് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇത് ലോകം അറിയേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് വിസ്മയ ന്യൂസിന് തോന്നിയത്. അപ്പോൾ ഇത് തുടരും. ഇത് മുഴുവൻ വൃത്തിയാക്കിയിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളോ? എപ്പോഴും രാവിലെ എപ്പോ വരും? രാവിലെ 7:30 വരും. അപ്പൊ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവുമോ? വൈകുന്നേരം 6:30 വരെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും അല്ലേ? അപ്പൊ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? കടയിൽ പോവും. സ്വന്തം ചെലവ് തന്നെ? ചെലവ് തന്നെ. അപ്പോൾ ലോകം കണ്ടുപഠിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എല്ലാത്തിനും ജെന്നിസെഡിനെ വിമർശിക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള ചില മുത്തുകൾ നമുക്ക് കിട്ടാറുണ്ടെന്നാണ് അതിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. എന്തായാലും പ്രകൃതിക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് മനീഷ്. ഇതിന്റെ അധികൃതരെ മനസ്സിലാക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.